അപ്പോൾ നമ്മുടെ സ്റ്റൈലിലുള്ള മുട്ട ഓംലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അത് 2 മുട്ട എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വലിയ സവാളയില്ലേ, സവാള നമ്മൾ നന്നായി ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞത് അതും ആ മുട്ടയിലോട്ട് ഇട്ട്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പച്ചമുളക് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞത് അതും ഇടണം. പിന്നെ തേങ്ങ കേട്ടോ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ ചിരവിയത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടു. അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉപ്പാണ് ഇടാനുള്ളത്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, അത് കഴിഞ്ഞിട്ട് വലിയ കുരുമുളക് കേട്ടോ, അതായത് പൊടിക്കാത്ത കുരുമുളക്, പിന്നെ ചില്ലി പൗഡർ, ഇതും കൂടി ഇട്ട് കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓംലേറ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് നമ്മുടെ കറി ലീവ്സ്, കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇടണം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു പാൻ എടുത്തിട്ട് ചൂടാക്കാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച്, എണ്ണ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് പരത്തി ഇതിനകത്തോട്ട്, ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ്, അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പരത്തി അങ്ങോട്ട് കൊടുക്കുക. പരത്തി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സാധനം നമ്മുടെ ഈ മിക്സ് ചെയ്ത മുട്ടയും തേങ്ങയും എല്ലാം കൂടിയിട്ടുള്ളത് ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ടത് ഫുള്ള് നന്നായിട്ട് പരത്തിയിട്ട് അങ്ങോട്ട് കൊടുക്കുക. പരത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 2 മിനിറ്റ്സ് നമുക്കിത് അടച്ച് വെക്കാനുണ്ട്. അപ്പോൾ ഈ സംഭവം, ഈ മുട്ട എന്താ പറയുക, നല്ല രീതിയിലൊന്ന് കുക്കാണെന്ന് പറഞ്ഞു വെച്ചാൽ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ സംഭവം ഒരു സൈഡ് കുക്കായി, നമ്മളൊന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഈ സംഭവം റെഡി, നമ്മുടെ ഓംലേറ്റ് പോലെ തന്നെ റെഡിയായി ഈ സംഭവം. എന്നിട്ട് ഇതിനെ നല്ല വാട്ടിയ ഇലയിൽ നമ്മളതിനെ അങ്ങോട്ട് വെക്കാൻ പോവാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നല്ല സൂപ്പറായിട്ട് നമുക്കിത് സാൻഡ്വിച്ചായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ അടിക്കാവുന്നേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ കമൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു. ടേക്ക് കെയർ. ക്രിയേറ്റീവ് വ്യൂസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബും ചെയ്യുക. ടേക്ക് കെയർ. ബൈ. ടേക്ക് കെയർ. ബൈ.